ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ജി എസ് ടിയിൽ യൂട്ടിലൈസേഷൻ ഓഫ് ഐ ടി സി എന്ന ടോപ്പിക്കാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ ഐ ടി സി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. ഐ ടി സി എന്ന് പറയുന്നത് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. അതായത് ഞാൻ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഞാൻ അടച്ചിട്ടുള്ളതായിട്ടുള്ള ജി എസ് ടി എനിക്ക് എന്റെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെയാണ് നമ്മൾ ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴാണ് എനിക്ക് ഇങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സസ് ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെയുള്ള ഇൻപുട്ട് ടാക്സ് ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഞാൻ അടച്ചിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ഒക്കെ എനിക്ക് എന്റെ അക്കൗണ്ടിൽ കാണാൻ സാധിക്കും. എന്റെ അക്കൗണ്ട് എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ജി എസ് ടിയുടെ നമ്പർ ബേസ് ചെയ്തിട്ട് ഓൺലൈനിൽ ജി എസ് ടി സൈറ്റിൽ ഒരു അക്കൗണ്ട് തുടങ്ങാൻ പറ്റും. അപ്പൊ ആ അക്കൗണ്ടിൽ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ട് ഒരു ലെഡ്ജർ ഉണ്ട്. അതിൽ നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ഡീറ്റെയിൽസ് അതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ എന്റെ പർച്ചേസിനെ ബേസ് ചെയ്തിട്ടാണ് അതിൽ ക്രെഡിറ്റ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അപ്പൊ ഞാൻ എത്ര പർച്ചേസ് ചെയ്തിട്ടുണ്ടോ അതിനെ ബേസ് ചെയ്ത് എനിക്ക് എത്രയാണോ ഇൻപുട്ട് ടാക്സ് അവൈലബിൾ അത് ആ ഇലക്ട്രോണിക് ക്രെഡിറ്റ് ലെഡ്ജറിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഓരോ പർച്ചേസിന്റെ മേലെ നമുക്ക് ഓരോ രീതിയിലാണ് ഐ ടി സി കിട്ടുന്നത്, അല്ലെ? ഇൻ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസസ്, അതായത് നമ്മൾ വിത്തിൻ സ്റ്റേറ്റ് സാധനം വാങ്ങിക്കുകയാണെങ്കിൽ നമ്മൾ അവിടെ എന്തൊക്കെ ടാക്സ് ആണ് അടയ്ക്കുന്നത്? സി ജി എസ് ടിയും എസ് ജി എസ് ടിയും. അപ്പൊ ഞാൻ എന്റെ സ്റ്റേറ്റിന്റെ ഉള്ളിൽ നിന്ന് മാത്രമേ സാധനം വാങ്ങിക്കുള്ളൂ എന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ അടയ്ക്കുന്നത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ആയിരിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് ആ ഒരു കേസിൽ സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ആണ് അവൈലബിൾ. കാരണം ഞാൻ അവിടെ നിന്നല്ലേ പർച്ചേസ് ചെയ്യുന്നുള്ളൂ. എന്താണോ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, എവിടെ നിന്നാണോ ഞാൻ പർച്ചേസ് ചെയ്യുന്നത്, അവിടെ ഞാൻ എന്ത് ടാക്സ് ആണോ അടയ്ക്കുന്നത് അതാണ് എനിക്ക് പിന്നീട് ക്രെഡിറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക. അപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണ് ഞാൻ ചെയ്യുന്നതെങ്കിൽ ഞാൻ അവിടെ അടയ്ക്കുന്നത് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അടയ്ക്കുന്നത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്താണോ അടച്ചത് അതന്നെയാണ് എന്റെ ഇൻപുട്ട് ടാക്സ് ആയിട്ട് അവിടെ വരുന്നത്. ഇനി ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഞാൻ ഒരു സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റത്തെ സാധനമാണ് വാങ്ങിക്കണം, അല്ലെ? അപ്പൊ ഞാൻ അവിടെ അടക്കിയ ഐ ജി എസ് ടി ആണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പർച്ചേസിന്റെ മേലെ ഞാൻ അടച്ചിട്ടുള്ള ഐ ജി എസ് ടി ആണ് എനിക്ക് ക്രെഡിറ്റ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ ഐ ജി എസ് ടി ആണ് അവിടെ ഇൻപുട്ട് ടാക്സ് എന്ന് പറയുന്നത്, ഐ ജി എസ് ടി ആണ്. ഇനി ഇമ്പോർട്ടിന്റെ കേസിൽ നമ്മൾ അടയ്ക്കുന്നത് കസ്റ്റംസ് ഡ്യൂട്ടിയും അതുപോലെ ഐ ജി എസ് ടി ആണ്. അപ്പോൾ അതിൽ ഐ ജി എസ് ടിക്കാണ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ, ബി സി ഡി എടുക്കാൻ പറ്റില്ല. അപ്പൊ ഐ ജി എസ് ടിയുടെ ക്രെഡിറ്റ് മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഓരോ പർച്ചേസസിന്റെ കേസിലും എന്താണ് എലിജിബിൾ ആയിട്ടുള്ള ഐ ടി സി എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഞാൻ അടയ്ക്കുന്നത് സി ജി എസ് ടിയും എസ് ജി എസ് ടിയും. ആ അടച്ചിട്ടുള്ള സി ജി എസ് ടിയും എസ് ജി എസ് ടിയും എനിക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി സെറ്റ് ഓഫ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ ഐ ജി എസ് ടി ആണ് എനിക്ക് കിട്ടുന്നത്. ഇമ്പോർട്ട് ആണെങ്കിലും ഐ ജി എസ് ടി ആണ് എനിക്ക് ഇൻപുട്ട് ടാക്സ് ആയിട്ട് പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇങ്ങനെ നമ്മൾ അടയ്ക്കുന്ന പർച്ചേസിന്റെ മേലെ അടയ്ക്കുന്ന ടാക്സസ് ഒക്കെ നമ്മൾ ഔട്ട്പുട്ട് ടാക്സിലേക്ക് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന കുറെ നേരമായി പറയണം. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ സെറ്റ് ഓഫ് ചെയ്യുക? അതായത് ഇതിന് വല്ല നിയമങ്ങളും ഉണ്ടോ? അതാണ് നമുക്ക് അടുത്തത് മനസ്സിലാക്കേണ്ടത്. അതിനെയാണ് നമ്മൾ ശരിക്കും യൂട്ടിലൈസേഷൻ തന്നെ പറയുന്നത്. അപ്പോൾ അതിന് ചില റൂൾസ് ഉണ്ട്, ചില സെക്ഷൻസും ചില സർക്കുലേഴ്സിന്റെയും ബേസ് ചെയ്തിട്ടാണ് അത് വന്നിട്ടുള്ളത്. അത് ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ ഒരു കൊല്ലത്തിൽ തന്നെ കഴിഞ്ഞ കൊല്ലം തന്നെ 1-2 തവണ അവർ അതിന്റെ പ്രൊവിഷൻസ് ഒക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും ഫൈനലായിട്ട് ഇപ്പൊ നിലവിലുള്ള പ്രൊവിഷൻ എന്ന് പറയുന്നത് ഇതാണ്. അതായത് നമുക്ക് ഐ ജി എസ് ടിയുടെ ക്രെഡിറ്റ് കയ്യിലുണ്ടാവും. അതായത് ഞാൻ ഇമ്പോർട്ട് ചെയ്തതിന്റെയോ അല്ലെങ്കിൽ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ചെയ്തതിന്റെയോ മേലെ അടച്ചിട്ടുള്ള ടാക്സ്, അതാണല്ലോ ഈ ഐ ജി എസ് ടി. ആ ഐ ജി എസ് ടി എങ്ങനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ടാക്സിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത്? അപ്പോൾ എൻ്റെ ഐ ജി എസ് ടി ക്രെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് ഐ ജി എസ് ടിയുടെ ടാക്സ് അടയ്ക്കാൻ തന്നെയായിരിക്കും. അതായത് സെയിൽസിന്റെ മേലെയുള്ള ഐ ജി എസ് ടി അടയ്ക്കാനാണ് ഇൻപുട്ട് ഐ ജി എസ് ടി ഉപയോഗിക്കുന്നത്. അതായത് ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി ഐ ജി എസ് ടി അടയ്ക്കാനുണ്ടെങ്കിൽ, അതായത് ഞാൻ ഇന്റർ സ്റ്റേറ്റ് സെയിൽ നടത്തുന്ന ഒരാളാണെങ്കിൽ എനിക്ക് അവിടെ ഐ ജി എസ് ടി അടയ്ക്കാനുണ്ടാവും. അപ്പൊ ആ ഐ ജി എസ് ടി അടയ്ക്കാനായിട്ടാണ് ആദ്യം എന്റെ ഇൻപുട്ട് ഐ ജി എസ് ടിയുടെ ക്രെഡിറ്റ് ഞാൻ ഉപയോഗിക്കേണ്ടത്. അതിനുശേഷം വല്ലതും ബാക്കിയുണ്ടെങ്കിൽ സി ജി എസ് ടി എസ് ജി എസ് ടിയിലേക്ക് എടുക്കണം. സി ജി എസ് ടി എസ് ജി എസ് ടി അടയ്ക്കാനായിട്ട് ഉപയോഗിക്കണം. അത് ഏത് പ്രൊപ്പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അങ്ങനെ ഐ ജി എസ് ടി നില്ലാക്കണം. അതായത് എനിക്ക് ഐ ജി എസ് ടിയിൽ എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഞാൻ മുഴുവനായിട്ട് ഉപയോഗിച്ച് തീർത്ത ശേഷം മാത്രമേ എനിക്ക് സി ജി എസ് ടിയുടെ ക്രെഡിറ്റോ എസ് ജി എസ് ടിയുടെ ക്രെഡിറ്റോ എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഐ ജി എസ് ടി ആദ്യം ഉപയോഗിച്ച് തീർക്കുന്നത് എങ്ങനെയാണ്? ആദ്യം ഐ ജി എസ് ടി ക്രെഡിറ്റ് ഉപയോഗിച്ച് ഐ ജി എസ് ടിയിൽ വല്ല പേയ്മെന്റും ബാക്കി ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുക. എന്നിട്ടും ഐ ജി എസ് ടിയിൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് എസ് ജി എസ് ടി അടയ്ക്കാനോ സി ജി എസ് ടി അടയ്ക്കാനോ നമുക്ക് ഉപയോഗിക്കാം. സി ജി എസ് ടിയും എസ് ജി എസ് ടി അടയ്ക്കാൻ ഏത് പ്രൊപ്പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം.
ഒന്നോ ഫുൾ CGST അടയ്ക്കുക, അതിനുശേഷം ബാക്കി ഉണ്ടെങ്കിൽ SGSTയിലേക്ക് ഈ IGST ക്രെഡിറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഫുൾ SGSTയിലേക്ക് പേ ഓഫ് ചെയ്യുക, അതിനുശേഷം CGSTയിലേക്ക് ക്രെഡിറ്റ് എടുക്കാം. അങ്ങനെ നമ്മുടെ ചോയ്സ് ആണ്, അല്ല രണ്ടും ഒരു പ്രപ്പോർഷനിൽ എടുക്കണമെങ്കിൽ അങ്ങനെ. എനിവേ അവർ പറയുന്നത് IGST ക്രെഡിറ്റ് മൊത്തം ഉപയോഗിച്ച് തീർത്തിട്ടുണ്ടാവണം, എന്നിട്ട് മാത്രമേ നമുക്ക് CGSTയോ SGSTയോ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് IGST ക്രെഡിറ്റ് എത്രയാണെന്ന് നോക്കുക, അതുപയോഗിച്ച് ഔട്ട്പുട്ട് IGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ അത് അടച്ചു തീർക്കുക, എന്നിട്ടും നമുക്ക് IGST ക്രെഡിറ്റ് കയ്യിൽ ബാക്കി ഉണ്ടെങ്കിൽ അത് CGST SGST ഇൻ എനി പ്രൊപ്പോർഷൻ നമുക്ക് എടുത്ത് ഉപയോഗിക്കാം. അടുത്തത് CGSTയുടെ ക്രെഡിറ്റ് ആണ്. CGSTയുടെ ക്രെഡിറ്റ് ആദ്യം നമ്മൾ CGST പേ ഓഫ് ചെയ്യാനാണ് എടുക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് CGST ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അപ്പൊ CGSTയിൽ വല്ല ലയബിലിറ്റി ഉണ്ടോ നോക്കുക. CGSTയിലെ ലയബിലിറ്റി ഉണ്ടെങ്കിൽ ആ CGST അടച്ചു തീർക്കാനായിട്ട് ഉപയോഗിക്കണം. എന്നിട്ടും വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം IGSTയിലേക്ക് കൊടുക്കാം. അപ്പൊ IGSTയിൽ ചിലപ്പം ഇനിയും അടയ്ക്കാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ CGSTത്തെ ക്രെഡിറ്റ് എടുത്ത് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ ആദ്യം CGSTയിലുള്ള ക്രെഡിറ്റ് ഉപയോഗിച്ച് CGST തന്നെ അടച്ചു തീർക്കുക, അതിനുശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം IGSTക്ക് കൊടുക്കുക. SGST അതേപോലെ തന്നെയാണ്. SGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് ആദ്യം SGST അടച്ചു തീർക്കുക, അതിനുശേഷം IGSTക്ക് കൊടുക്കാം, പ്രൊവൈഡഡ് CGST അവിടെ നില്ലായിട്ടുണ്ടാവണം. അതായത് CGSTന്ന് ഓൾറെഡി CGSTക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് IGSTക്ക് കൊടുക്കുന്നുണ്ടല്ലോ, അത് കൊടുത്തിട്ട് ഫുൾ കൊടുത്ത് തീർത്താൽ മാത്രം അത് ഫുൾ കൊടുത്ത് തീർക്കുക, എന്നിട്ടും IGSTയിലേക്ക് ഇനിയും ടാക്സ് ക്രെഡിറ്റ് ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ SGSTയുടെ വാങ്ങിക്കാനായിട്ട് പറ്റുള്ളൂ. പിന്നെ CGSTയും SGSTയും തമ്മിൽ പരസ്പരം യൂട്ടിലൈസേഷൻ പറ്റില്ല. അതായത് ഒരിക്കലും CGSTയുടെ ക്രെഡിറ്റ് എടുത്ത് SGSTയോ SGSTയുടെ ക്രെഡിറ്റ് എടുത്ത് CGSTയോ നമുക്ക് അടയ്ക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ ഇത് ഒന്നുകൂടെ വേറെ രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തുതരാം, എക്സാമ്പിളും വെച്ച് പറഞ്ഞുതരാം. ഇത് ഇമ്പോർട്ടന്റ് തന്നെയാണ്, മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. നമുക്ക് നോക്കാം, ശ്രമിച്ചു നോക്കാം. ഒന്നുകൂടെ പറഞ്ഞുതരാം. ടെക്സ്റ്റിലൊക്കെ ഇങ്ങനത്തെ ഒരു ടേബിൾ ആണ് നിങ്ങൾക്ക് കാണുക അല്ലെ. ഇവിടെ നമുക്ക് ITC ഓഫ് IGST, CGST, SGST അല്ലെങ്കിൽ UTGST. നമ്മുടെ കയ്യിൽ IGSTയുടെ ക്രെഡിറ്റ് കുറെ ഉണ്ട്, CGSTയുടെ ക്രെഡിറ്റ് കുറെ ഉണ്ട്, SGST UTGSTയുടെ ക്രെഡിറ്റ് ഉണ്ട്. അതായത് ഇതൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ അടച്ചിട്ടുള്ള GSTകളാണ്. ഇനി നമ്മുടെ സെയിൽസിന്റെ മേലെ നമുക്കുള്ള ലയബിലിറ്റിനെയാണ് നമ്മൾ ഔട്ട്പുട്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് ലയബിലിറ്റിയിൽ IGSTയിൽ അടയ്ക്കാനുണ്ട്, CGSTയിൽ അടയ്ക്കാനുണ്ട്, അതുപോലെ SGST അല്ലെങ്കിൽ UTGSTയിലും അടയ്ക്കാനുണ്ട്. അപ്പൊ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ IGSTയുടെ ഇൻപുട്ട് ടാക്സ് ഉപയോഗിച്ച് IGSTയുടെ ലയബിലിറ്റി അടച്ചു തീർക്കുക. IGSTയുടെ ITC ഉപയോഗിച്ച് IGSTയുടെ ലയബിലിറ്റി അടച്ചു തീർക്കുക. എന്നിട്ടും IGSTയിൽ ITCയിൽ ബാക്കിയുണ്ടെങ്കിൽ അതുപയോഗിച്ച് CGST അടയ്ക്കുക, അല്ലെങ്കിൽ SGST അടയ്ക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഏത് പ്രപ്പോർഷനിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. പക്ഷെ അവരാകെ പറയുന്നത് IGST മൊത്തം ഉപയോഗിച്ച് തീർന്ന ശേഷം മാത്രമേ നമുക്ക് CGSTയുടെയോ SGSTയുടെയോ ക്രെഡിറ്റ് എടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ IGST ഉപയോഗിച്ച് ഔട്ട്പുട്ട് IGSTയുടെ ലയബിലിറ്റി ഫുൾ അടച്ചു തീർക്കുക, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ അത് CGSTയോ അല്ലെങ്കിൽ SGSTയോ അതിലേക്കോ കൊടുക്കാൻ സാധിക്കും. അതും എനി പ്രപ്പോർഷനിൽ നമുക്ക് ഏത് പ്രപ്പോർഷനിൽ വേണമെങ്കിലും കൊടുക്കാൻ സാധിക്കും. പിന്നെ അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് CGSTയുടെ ITC എന്താ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പൊ CGSTയുടെ ITC ആദ്യം CGST അടച്ചു തീർക്കാനായിട്ട് ഉപയോഗിക്കണം. കണ്ടോ, 4 എന്നാണ് നമ്പർ ചെയ്തിരിക്കുന്നത്. അപ്പൊ CGSTയുടെ ലയബിലിറ്റി CGST അടച്ചു തീർക്കാനായിട്ട് ആദ്യം ഉപയോഗിക്കുക. എന്നിട്ട് വല്ലത് ബാക്കി ഉണ്ടെങ്കിൽ IGSTയിൽ ഇനിയും ലയബിലിറ്റി അടയ്ക്കാനുണ്ടെങ്കിൽ മാത്രം IGSTക്ക് കൊടുക്കുക. അപ്പൊ CGST ഉപയോഗിച്ച് CGSTയുടെ ലയബിലിറ്റി ആദ്യം പേ ഓഫ് ചെയ്യുക, എന്നിട്ട് ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് IGSTയിലേക്ക് അടയ്ക്കാനായിട്ട് കൊടുക്കാൻ സാധിക്കും. നമ്പർ 4 ആൻഡ് നമ്പർ 5. അപ്പൊ നമ്പർ 4 കഴിഞ്ഞിട്ടേ നമ്പർ 5ലേക്ക് വരാൻ പറ്റുള്ളൂ. CGST ഉപയോഗിച്ച് CGSTയുടെ ലയബിലിറ്റി തന്നെ ആദ്യം അടച്ചു തീർക്കുക, എന്നിട്ടും ബാക്കി ഉണ്ടെങ്കിൽ മാത്രം IGST അടച്ചു തീർക്കാനായിട്ട് ഉപയോഗിക്കാം. SGSTയും അതേപോലെ തന്നെ. SGST ആദ്യം ഉപയോഗിച്ച് SGSTയുടെ അടച്ചു തീർക്കുക, അതിനുശേഷം വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ IGSTക്ക് കൊടുക്കാം, പ്രൊവൈഡഡ് CGST അവിടെ 0 ആയിട്ടുണ്ടാവണം. അതായത് CGST മൊത്തം ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ SGSTയും CGSTയും തമ്മിൽ പരസ്പരം നമുക്ക് ക്രെഡിറ്റ് എടുക്കാൻ പറ്റില്ല. അതായത് SGSTയിൽ അടയ്ക്കാനുണ്ട്, പക്ഷേ ഇൻപുട്ട് അവൈലബിൾ CGSTയിലാണെങ്കിൽ അത് ഉപയോഗിച്ച് ഒരിക്കലും SGSTയോ അതേപോലെ SGSTയിൽ ഇൻപുട്ട് ഉള്ള സമയത്ത് അത് ഉപയോഗിച്ച് CGSTയോ അടച്ചു തീർക്കാനായിട്ട് സാധിക്കില്ല. ഇത്രയും നേരം പറഞ്ഞ അതേ കാര്യം തന്നെയാണ് ഇനി നമുക്ക് സെന്റൻസ് ആക്കിയിട്ടും തന്നിട്ടുണ്ട്. അതും വേണമെങ്കിൽ അതും വായിച്ച് ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ എങ്ങനെയാണ് GST ക്രെഡിറ്റ് യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പറയുന്നത് IGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് നമ്മൾ IGSTയുടെ പേയ്മെന്റ് ആണ് ഫസ്റ്റ് നടത്തേണ്ടത്. റിമൈനിങ് IGST ക്രെഡിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്ക് CGSTയോ അല്ലെങ്കിൽ SGSTയോ
പേ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കും. അതേത് പ്രപ്പോർഷനിൽ വേണമെങ്കിലും ചെയ്യാം. അതായത് ഒന്നോ ആദ്യം ഫുൾ IGST അടച്ചു തീർക്കുക, എന്നിട്ട് SGSTയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ SGSTയിൽ ഫുൾ അടച്ചു തീർക്കുക എന്നിട്ട് CGSTയിലേക്ക് കൊടുക്കുക, അല്ലെങ്കിൽ CGSTയിലേക്കും SGSTയിലേക്കും ഈ IGSTയുടെ ക്രെഡിറ്റ് വീതിച്ചു കൊടുക്കാം. അതേത് പ്രപ്പോർഷനിൽ വേണമെങ്കിലും വീതിച്ചു കൊടുക്കാം. മൂന്നാമത് പറയുന്നത് entire ITC of IGST should be fully utilized before utilizing ITC of CGST or SGST. അതായത് IGSTയുടെ ഫുൾ ക്രെഡിറ്റും ഉപയോഗിച്ച് തീർന്ന ശേഷം മാത്രമേ നമ്മൾ CGSTയോ അല്ലെങ്കിൽ SGSTയോ ക്രെഡിറ്റ് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതായത് IGSTയിൽ ഇൻപുട്ട് ടാക്സ് ഉള്ളത് മുഴുവനായിട്ടും ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടാവണം, എന്നിട്ടേ നമുക്ക് CGSTയോ അല്ലെങ്കിൽ SGSTയോ ക്രെഡിറ്റിലേക്ക് പോകാൻ തന്നെ പറ്റുള്ളൂ. പിന്നെ CGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ചിട്ട് CGSTയുടെ ലയബിലിറ്റി ആദ്യം പേ ഓഫ് ചെയ്യുക, എന്നിട്ട് ബാക്കി CGSTയിൽ ക്രെഡിറ്റ് ബാക്കി ഉണ്ടെങ്കിൽ അത് വേണമെങ്കിൽ IGSTക്ക് കൊടുക്കാം. ലാസ്റ്റത്തെ പോയിന്റ് SGSTയുടെ ക്രെഡിറ്റ് അല്ലെങ്കിൽ UTGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് ആദ്യം SGST അല്ലെങ്കിൽ UTGST പേ ഓഫ് ചെയ്യുക, എന്നിട്ട് വല്ലതും ബാക്കി ഉണ്ടെങ്കിൽ IGSTക്ക് വേണമെങ്കിൽ കൊടുക്കാം, പ്രൊവൈഡഡ് CGST കംപ്ലീറ്റ് അവിടെ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവണം. പിന്നെ ഒരിക്കലും SGSTയും CGSTയും തമ്മിൽ പരസ്പരം സെറ്റ് ഓഫ് ചെയ്യാനൊന്നും പറ്റില്ല. അതായത് CGSTയിൽ ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് SGSTയിലോ അല്ലെങ്കിൽ UTGSTയിലോ, അതേപോലെ തന്നെ SGST UTGSTയിലുള്ള ക്രെഡിറ്റ് ഉപയോഗിച്ച് CGSTയിലുള്ള പേയ്മെന്റ്സോ നടത്താനായിട്ട് പറ്റില്ല. രണ്ടും പരസ്പരം സമ്മതിക്കില്ല. ഇനി ഇത് എങ്ങനെയാണ് എന്നുള്ളത് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൽ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റിയും തന്നിട്ടുണ്ട്, ഓരോന്നിലും അവൈലബിൾ ആയിട്ടുള്ള ITCയും തന്നിട്ടുണ്ട്. IGSTയിൽ എനിക്ക് അടയ്ക്കാനുള്ളത് 1000 രൂപയാണ്, CGSTയിൽ 300 രൂപ, SGSTയിൽ 300 രൂപ. ITC അവൈലബിൾ ആയിട്ടുള്ളത് IGSTയിൽ 1300 രൂപ, CGSTയിൽ 200 രൂപ, അതുപോലെ SGSTയിലും 200 രൂപ. അപ്പൊ ആദ്യം എങ്ങനെയാണ് നമ്മൾ അടയ്ക്കുന്നത് നോക്കാം. IGSTയിൽ എനിക്ക് 1000 രൂപ അടയ്ക്കാനുണ്ട് അല്ലെ. അപ്പൊ അതിന് ഞാൻ എന്തിന്റെ ക്രെഡിറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത്? IGSTയുടെ ക്രെഡിറ്റ് ആണ് ആദ്യം എടുക്കേണ്ടത്. ഇപ്പൊ നമ്മൾ പറഞ്ഞ ആ റൂൾസ് പ്രകാരമാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം IGST അടയ്ക്കണം. IGST അടയ്ക്കാൻ ഞാൻ ആദ്യം IGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിക്കണം. IGSTയുടെ ക്രെഡിറ്റ് എത്ര ഉപയോഗിച്ചാൽ മതി? 1000 ഉപയോഗിച്ചാൽ മതി. കാരണം എനിക്ക് ഇവിടെ എത്ര അടയ്ക്കാനുള്ളൂ? 1000 രൂപ അടയ്ക്കാനുള്ളൂ. അതുകൊണ്ട് തന്നെ 1000 രൂപ ഞാൻ അടയ്ക്കാനായിട്ട് IGSTന്ന് 1000 രൂപ എടുക്കണം. അത് കഴിഞ്ഞു. ഇനി അവർ പറഞ്ഞിട്ടുള്ളത് IGSTയിലുള്ള ക്രെഡിറ്റ് മൊത്തം ഉപയോഗിച്ച ശേഷം മാത്രമേ നമുക്ക് CGST അല്ലെങ്കിൽ SGSTയിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ഇതിൽ 1000 രൂപ നമ്മൾ ഉപയോഗിച്ചു, പക്ഷെ ഇനി നമ്മുടെ കയ്യിൽ 300 രൂപ ബാക്കിയുണ്ട്. അപ്പൊ ഈ 300 രൂപ നമുക്ക് എന്ത് ചെയ്യണം? CGSTയുടെ ടാക്സ് അടയ്ക്കാനും SGSTയുടെ ടാക്സ് അടയ്ക്കാനും ഉപയോഗിക്കാം. ഇതിൽ രണ്ടിലും 300 വീതം അടയ്ക്കാനുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അപ്പൊ ഈ 300 രൂപ ഉള്ളത് ഇവിടെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് CGSTക്കും കുറച്ച് SGSTക്കും കൊടുക്കാം. അത് ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഇപ്പൊ ഇവിടെ 200 100 തന്നിട്ടുണ്ട്, വേണമെങ്കിൽ 300 0 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 0 300 എന്ന് എടുക്കാം, അല്ലെങ്കിൽ ഇവിടെ 100 ഇവിടെ 200 എന്ന് എടുക്കാം. ഏത് പ്രപ്പോർഷനിൽ വേണമെങ്കിലും IGSTയുടെ ക്രെഡിറ്റ് CGSTക്കും SGSTക്കും വീതിച്ചു കൊടുക്കാം. അതിൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ല. അവരാകെ പറയുന്നത് അത് മൊത്തം എടുത്തു കഴിയണം. അതായത് IGSTയുടെ ക്രെഡിറ്റ് മൊത്തം യൂസ് ചെയ്ത ശേഷം മാത്രമേ CGSTയോ അല്ലെങ്കിൽ SGSTയോ ക്രെഡിറ്റ് നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം IGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ചു, IGSTയിലേക്ക് തന്നെ അത് ഉപയോഗിച്ചു. 1000 രൂപ അടയ്ക്കാനുണ്ടായിരുന്നു, 1000 രൂപ അടച്ചു. ഇനി നമുക്ക് 300 രൂപ ഇതിലെ ബാലൻസ് ഉണ്ടാവും. ആ 300 രൂപ നമ്മൾ CGSTയിലും SGSTയിലും വീതിച്ചു കൊടുക്കണം. ഇപ്പൊ ഇതിൽ ഇങ്ങനെയാണ് വീതിക്കുന്നത്. ഇത് ഒരു ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ ഒരു ഓപ്ഷനിൽ അവർ പറയുന്നത് CGSTയിലേക്ക് 200 വീതിച്ചു കൊടുത്തു, SGSTയിലേക്ക് ഒരു 100 രൂപ വീതിച്ചു കൊടുത്തു. അപ്പൊ മൊത്തം 1300 രൂപയും നമുക്കിവിടെ ചെലവായി. അടുത്തത് ഇനി നമുക്ക് CGSTയിൽ 200 രൂപ ബാലൻസ് ഉണ്ട്, അത് ഉപയോഗിക്കണം. അപ്പൊ CGSTയിൽ 200 രൂപ എന്ന് പറയുമ്പോൾ ഓൾറെഡി നമ്മൾ IGST ഉപയോഗിച്ച് CGSTയിലേക്ക് 200 രൂപ അടച്ചു കഴിഞ്ഞു. മൊത്തം 300ൽ 200 രൂപ വന്നിട്ട് IGSTയുടെ ക്രെഡിറ്റ് ഉപയോഗിച്ച് നമ്മൾ അടച്ചു കഴിഞ്ഞു. ബാക്കി അപ്പൊ CGSTന്ന് 100 രൂപ മാത്രമേ നമുക്ക് എടുത്ത് യൂട്ടിലൈസ് ചെയ്യേണ്ടി വന്നുള്ളൂ. അതുകൊണ്ട് 100 രൂപയും കൂടെ അടുത്ത് അടച്ചു. അപ്പൊ മൊത്തത്തിൽ ടോട്ടൽ 300 രൂപയും CGST ലയബിലിറ്റി പേ ഓഫ് ചെയ്ത് കഴിഞ്ഞു. ഇനി SGSTയുടെ കാര്യം നോക്കുകയാണെങ്കിൽ SGSTയിൽ 100 രൂപയാണ് IGST ഉപയോഗിച്ച് അടച്ചിരിക്കുന്നത്. അപ്പൊ ബാക്കി ഇനി 200 രൂപ അടയ്ക്കാനുണ്ട്. അപ്പൊ 200 രൂപ SGST തന്നെ ഉപയോഗിച്ച് അടയ്ക്കണം. നമുക്ക് CGST എടുത്ത് അടയ്ക്കാനായിട്ട് പറ്റില്ല. കാരണം CGSTയും SGSTയും പരസ്പരം എടുക്കാനായിട്ട് ക്രെഡിറ്റ് ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് SGSTയുടെ തന്നെ ക്രെഡിറ്റ് നമ്മൾ 200 രൂപ എടുത്ത് അടച്ചു. അങ്ങനെ അതും 300 രൂപ ഔട്ട്പുട്ട് ലയബിലിറ്റി ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാലൻസ് അവൈലബിൾ ആയിട്ടുള്ള ITC എന്ന് പറയുന്നത് CGSTയിൽ ഒരു 100 രൂപ മാത്രം ബാലൻസ് ഉണ്ടാവും. കാരണം CGSTയിലെ ടോട്ടൽ ക്രെഡിറ്റ് 200 രൂപയായിരുന്നു. അതിൽ CGSTക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു 100 രൂപയെ യൂസ് ചെയ്തുള്ളൂ. കണ്ടോ, ഇങ്ങനെയാണ് നോക്കേണ്ടത്. CGSTക്ക് വേണ്ടിയിട്ട് CGSTന്ന് 100 രൂപ എടുത്തിട്ടുള്ളൂ. അപ്പൊ ബാക്കി ഒരു 100 രൂപ ബാലൻസ് അവൈലബിൾ ആയിരിക്കും. SGSTയിലും IGSTയിലും ബാലൻസ് ഒന്നുമേ ഇല്ല. അപ്പൊ ബാലൻസ് ITC എന്ന് പറയുന്നത് അപ്പൊ അവിടെ 100 രൂപയാണ്.
ഇത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനി ഒരു ഓപ്ഷനും കൂടെ നമ്മൾ ചെയ്യാം. ഇതിൽ ആക്ച്വലി കുറെ ഓപ്ഷൻസ് ഉണ്ട്. ഒരു ഓപ്ഷനും കൂടെ നമുക്ക് ചെയ്യാം. അപ്പൊ ഓപ്ഷൻ നമ്പർ 2 എന്ന് പറയുന്നതിൽ ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം IGST ഉപയോഗിച്ച് IGST 1000 രൂപ അടയ്ക്കണം. അതിൽ ഓപ്ഷൻ ഒന്നുമില്ല. നമുക്ക് ഈ IGSTയിലുള്ള ബാലൻസ് ക്രെഡിറ്റ് CGSTയിലും SGSTയിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൽ മാത്രമാണ് ഓപ്ഷൻ അവൈലബിൾ. അപ്പൊ നേരത്തെ നമ്മൾ അത് ചെയ്തത് 200 100 എന്നായിരുന്നു. ഇനി നേരെ തിരിച്ച് 100 200 എന്ന് ചെയ്യുകയാണെങ്കിൽ എന്ത് വ്യത്യാസം വരും? അപ്പൊ ഞാൻ CGSTയിലേക്ക് 100 രൂപയും കൊടുത്തു, IGSTയുടെ ക്രെഡിറ്റ് SGSTയിലേക്ക് 200 രൂപയും കൊടുത്തു. അങ്ങനെ IGST മൊത്തം ഉപയോഗിച്ചു കഴിഞ്ഞു. അടുത്തത് നമ്മൾ ഇനി CGSTയുടെ ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അടച്ചു തീർക്കണം. അപ്പൊ CGSTയുടെ അടച്ചു തീർക്കാൻ CGSTയിൽ 200 രൂപയാണ് നമുക്ക് ക്രെഡിറ്റ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പൊ ഇവിടെ 100 രൂപ എടുത്തു കഴിഞ്ഞാൽ 100 രൂപ IGSTന്ന് എടുത്തു കഴിഞ്ഞു. അപ്പൊ ഇനി 200 രൂപയെ ആവശ്യമുള്ളൂ. ആ ക്രെഡിറ്റ് നമ്മുടെ കയ്യിലുണ്ട്, അതുകൊണ്ട് ആ 200ഉം എടുത്തിട്ടു. അങ്ങനെ 300 ബാലൻസ് ചെയ്ത് പോയി. 300 മൊത്തം ഔട്ട്പുട്ട് ടാക്സ് ലയബിലിറ്റി അടച്ചു കഴിഞ്ഞു. ഇനി SGSTയുടെ കേസ് ആണെന്നുണ്ടെങ്കിൽ SGST ഓൾറെഡി IGST ഉപയോഗിച്ച് 200 രൂപ അടച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ആകെ 300 രൂപയാണ് മൊത്തം ലയബിലിറ്റി. അതുകൊണ്ട് ഇനി ഒരു 100 രൂപയെ ആവശ്യമുള്ളൂ. ആ 100 രൂപ SGSTയുടെ കയ്യിൽ ക്രെഡിറ്റിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ആ 100 രൂപ ഉപയോഗിച്ചിട്ട് നമ്മൾ SGSTയിലെയും 300 രൂപ ഫുൾ യൂസ് ചെയ്ത് തീർത്തു, ഫുൾ അടച്ചു തീർത്തു. ഇനി SGSTയിലാണ് ഒരു 100 രൂപ ബാലൻസ് ഉള്ളത്. കാരണം നമുക്ക് 200 രൂപയായിരുന്നു SGSTയിലുള്ള ITC. അപ്പോൾ ഒരു 100 രൂപ ഇവിടെ ഉപയോഗിക്കേണ്ടി വന്നുള്ളൂ. ബാക്കി 100 രൂപ ബാലൻസ്. അപ്പോ ഇത് വേറൊരു ഓപ്ഷൻ ആണ്. ഇനിയും ശരിക്കും നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വേണമെങ്കിൽ ഒരെണ്ണത്തിൽ സീതം എടുത്ത് ഒരെണ്ണത്തിൽ ഫുൾ 300 എടുക്കാം, അല്ലെങ്കിൽ രണ്ടിലും 150 വീതം എടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതായത് IGST ക്രെഡിറ്റ് ആദ്യം IGSTക്ക് വേണ്ടി ഫുൾ യൂട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന IGST ക്രെഡിറ്റ് CGSTയിലും SGSTയിലും ഏത് പ്രപ്പോർഷനിൽ വേണമെങ്കിലും നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. നമ്മൾ ആകെ ഉറപ്പുവരുത്തേണ്ട കാര്യം IGSTയുടെ ക്രെഡിറ്റ് ഫുള്ളി എക്സോസ്റ്റഡ് ആയി എന്നുള്ളതാണ്. അതിനുശേഷം മാത്രമേ CGSTയുടെ ക്രെഡിറ്റോ SGSTയുടെ ക്രെഡിറ്റിലേക്കോ പോകാൻ പറ്റുള്ളൂ. ഇത് IGST മുഴുവൻ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നമുക്ക് CGST നോക്കാം. CGSTയുടെ കേസിൽ CGST ഉപയോഗിച്ച് നമുക്ക് അടച്ചു തീർക്കാൻ പറ്റുന്നത് CGSTയും IGSTയും മാത്രമാണ്. അപ്പൊ ആദ്യം CGSTയിലേക്ക് കൊടുക്കുക, അതിനുശേഷം ബാക്കി ഉണ്ടെങ്കിൽ മാത്രം IGSTയിലേക്ക് കൊടുക്കുക. SGST അതേപോലെ തന്നെയാണ്. ആദ്യം SGST അടയ്ക്കാനായിട്ട് ഉപയോഗിക്കുക, എന്നിട്ട് ബാക്കി ഉണ്ടെങ്കിൽ മാത്രം IGSTക്ക് കൊടുക്കുക, പ്രൊവൈഡഡ് അവിടെ CGST മുഴുവൻ കഴിഞ്ഞിട്ടുണ്ടാവണം. ബാലൻസ് ഉള്ള ITC നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യും, എന്നിട്ട് അത് അടുത്ത മാസത്തേക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ITC യൂട്ടിലൈസ് ചെയ്യേണ്ടത് എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ ടെക്സ്റ്റിലെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പൊ ഒന്നുകൂടെ ഐഡിയ കിട്ടും. താങ്ക് യു.